അപ്പൊ ഇന്ന് ഇൻട്രോ പറഞ്ഞത് ഇറ്റുബി ആയി. ഇറ്റുബി നമ്മൾ ഇന്ന് അടിയ പോന്നേ പറ. അച്ചുമേമയല്ല, ലപ്പിമേമ. ലപ്പിമേമയുടെ കല്യാണത്തിന്റെ ഡ്രസ് എടുക്കാൻ. അപ്പൊ ഇന്നും ഒരു ട്രാവൽ വ്ലോഗ് തന്നെയാണ്. ട്രാവൽ അല്ല, നമ്മുടെ വൈത്താട്ടന്റെ കസിൻ ലക്ഷ്മിയുടെ കല്യാണമാണ് ഡിസംബറില്. അപ്പൊ നമ്മള് ഡ്രസ് എടുക്കാൻ പോവാടെ ആ കോഴിക്കോട് ജയലക്ഷ്മിയില്. എടിയാ പോന്നിത്തു ജയലക്ഷ്മിയുടെ കല്യാണോ? അപ്പൊ നമ്മള് ഫസ്റ്റ് ചെറുവത്തൂര് പോവും. ചെറുവത്തൂര് പോയിട്ട് ലപ്പീനെയും മാമനെയും കൂട്ടും. എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ പോവും, കോഴിക്കോട് പോവും. ഓക്കെ, അപ്പൊ നല്ലൊരു ഹാപ്പനിങ് വ്ലോഗ് ആയിരിക്കും. എല്ലാരും മുഴുവൻ കാണണം. അപ്പൊ നമ്മള് ചെറുവത്തൂരെത്തി മാമിനെയും ലക്ഷ്മീനെല്ലാം പിക്ക് ചെയ്തു. ഇനി നമ്മൾ എവിടെ പോന്നെ? കോഴിക്കോട്. ഇത് സന്ധ്യ മാമി. ഹായ് പറ. ഹായ്. ഇത് ലപ്പി അല്ലേ, ലക്ഷ്മി അല്ലേ? ഇനി നമ്മള് മാമനെ കാണിച്ചത്. ഇതാണ് മാമൻ. ഇത് അമ്മേരെ ഏറ്റവും ഇളയ അനിയനാ കേട്ടോ. അമ്മയില്ല ഈ വ്ലോഗിൽ, അമ്മയില്ല. അമ്മേരെ ഇടവ് മുഴുവൻ മാമൻ നികത്തുമല്ലേ മാമ? അതെ. അപ്പൊ മാമന്റെ മൂത്ത പുത്രിയാണ് ലക്ഷ്മി. ഇനി ഒരാളും കൂടി ഉണ്ട്, ശിവൻ. അപ്പൊ വന്നിട്ടില്ല, വർക്ക് ചെയ്യുന്ന ചെന്നൈയില്. അപ്പം നമുക്കിനി കാണാം അല്ലെ, വ്ലോഗ് അങ്ങനെ പോയി കാണാം അല്ലിത്തു. ആണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കയറിയത് MRIയിലാണ്, വടകര. അത് നമ്മൾ മസാല ദോശ, നെയ് റോസ്റ്റ്, ഇടിയപ്പം ഇതെല്ലാം കഴിച്ച് വയറ് ഫുള്ള് സെറ്റാക്കി. കാരണം രാവിലെ ഇറങ്ങിയതല്ലേ. ഇനി നമുക്ക് നേരെ ജയലക്ഷ്മിയിലേക്ക് വെച്ച് പിടിക്കാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത്തൂന് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കളറിങ് ബുക്ക്, അങ്ങനെ ഡോട്ട്സ് മാച്ചിങ് ബുക്കെല്ലാം എടുക്കുക. കാരണം അവൾ എൻഗേജ് ചെയ്ത് നിർത്താൻ കുറേ അവേഴ്സ് ഇരിക്കണ്ടേ. അപ്പോൾ ഇത് ഇപ്രാവശ്യം മുഴുവൻ ചെയ്ത് ലപ്പിയാണ്. അവളെ വെഡിങ് സ്ട്രെസ് മുഴുവൻ തീർത്തത് കളർ ചെയ്തിട്ടാണ്. നല്ല റോഡായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോകുന്നതിനേക്കാളും നല്ല റോഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജയലക്ഷ്മിയിലെത്തി. ജയലക്ഷ്മിയിലെ കസ്റ്റമർ സർവീസാണ് അയ്യോ ഞാൻ പറയുന്നത്. കാരണം അടുത്ത ചേച്ചിമാരെല്ലാം നമ്മളെ വീട്ടിലെ ഏതൊരു നമ്മളെ മാമിയോ ഇളയമ്മയോ അങ്ങനെയുള്ളൊരു ഫീലിങ്ങിലാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല സ്നേഹം. പിന്നെ ഇങ്ങനെ നമ്മളിപ്പം ഒരു 1000 സാരി വലിച്ചിടാൻ പറഞ്ഞാൽ അവർ ഭയങ്കര ചിരിച്ചുകൊണ്ട് ഒരു ഇതുമില്ലാണ്ട്. പക്ഷെ ചില കടകളിൽ നമ്മൾ പോയാൽ കാണില്ല, അതെടുക്കാൻ പറയുമ്പോൾ അവർക്കൊരു ഇഷ്ടമില്ലായ്മ അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലക്ഷ്മി ഒക്കെ മൈൻഡിലൊരു കളർ ഉണ്ടായിരുന്നു. ആ കളർ സാരീസ് മാത്രമാണ് പോയി നോക്കിയത്. പെട്ടെന്ന് തന്നെ ഒരു 20 മിനിറ്റ്സിൽ 20 അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൽ അവൾ വെഡ്ഡിങ് സാരി ഫൈനലൈസ് ചെയ്തു. നല്ല സാരി ആയിരുന്നു കേട്ടോ ലപ്പിൻ്റെത്, അടിപൊളി സാരി. പിന്നെ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് റേഞ്ചിലുള്ള സാരി വേണമെങ്കിലും ഉണ്ട്. നമ്മളെ ചോയ്സാണ് നമ്മൾ ഏതാണ് എടുക്കുന്നത് എന്നുള്ളത്. മറ്റേ സാരി നിങ്ങൾ ഫോൺ അടിച്ചു പോയതാണെന്ന് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ലപ്പീരെ ബിഗ് ഡേയിൽ കൊടുക്കുന്ന സാരിയില്ല. അപ്പം ഞാനിങ്ങനെ റിവീൽ ചെയ്യുന്നില്ല. അതിങ്ങനെ ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, ആരും കാണണ്ട ആ സാരി. അന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കല്യാണത്തിൻ്റെ. ഞാനും ആടെയുള്ള ചുവപ്പും പച്ചയും നീലയും മഞ്ഞ എല്ലാ കളറും ഉടുത്ത് നോക്കി. എനിക്കൊന്ന് ഞാനാണ് ലക്ഷ്മിനേക്കാളും സമയം എടുത്തത് സാരി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആക്ച്വലി എൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൽ പറ്റിയ സാരികൾ ഭയങ്കര കുറവായിരുന്നു അവിടെ. ബാക്കി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര കോമൺ കളേഴ്സ്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ പിങ്ക്, റെഡ്, പിന്നെ ബ്ലൂ, അതൊക്കെ ഭയങ്കര കോമൺ ആയി എല്ലാവരും. എൻ്റെ തന്നെ ഉണ്ട് ഈ ഒരു കോമ്പിനേഷൻ. എന്നാലും എനിക്ക് എവിടെ പോയാലും ഒരു പച്ച സാരി ആണെങ്കിൽ എനിക്ക് പച്ച മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യം വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് താക്കീത് നിന്നിട്ടാണ് വിട്ടത്. എല്ലാവരും പച്ച ഒഴിച്ച് നീ ഒരു കളർ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അങ്ങനെ ഞാൻ പച്ച ഒഴിവാക്കി. എനിക്ക് ഒരു സാരി അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പറയണം കേട്ടോ ഞാൻ ഏത് സാരിയാണ് ഇന്ന് സെലക്ട് ചെയ്തതെന്ന് പറയണേ. കറക്റ്റായിട്ട് ആരെങ്കിലും ഗസ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. അങ്ങനെ ആടുള്ള 1,500 സാരി മുഴുവൻ ഞാൻ ഉടുത്ത് നോക്കി. ഇഷ്ടാവുന്നതിൻ്റെ പ്രൈസ് എനിക്ക് പിടിക്കുന്നില്ല. പ്രൈസ് പിടിക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നുമില്ല. അതായിരുന്നു എൻ്റെ പ്രോബ്ലം. പിന്നെ ഒന്ന് ഇഷ്ടമായത് എന്നെന്തോ ഡാമേജ് ഉണ്ടായിരുന്നു. ഇതുവാണ്ടുള്ള എല്ലാവരുമായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതിനവിടെ മറ്റേ ഈ കെട്ടുന്ന ചേച്ചിമാരില്ലേ, ചേച്ചിമാരുടെ ഫുള്ള് ഡീറ്റെയിൽസ്, കുടുംബ ഡീറ്റെയിൽസ് മുഴുവൻ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിന്. അങ്ങനെ പിന്നെ ഞങ്ങൾ സാരി ഞാനും സെലക്ട് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ ചെണ്ട് കെട്ടാൻ വേണ്ടി കൊടുക്കൂലേ, അങ്ങനെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ പോയത് ജയലക്ഷ്മിയിൽ
മുകളിലത്തെ നിലയിൽ മറ്റേ ചിന്നൂനല്ല സോറി ലപ്പിക്ക് തലേദിവസം ഇടാൻ വേണ്ടിയിട്ട് ലെഹങ്ക സെലക്ട് ചെയ്യാനായിരുന്നു. അങ്ങനെ അതും എല്ലാം ലപ്പി എല്ലാം പടപടയെ സെലക്ട് ചെയ്യുന്നു. ഞങ്ങളൊരു വൈകുന്നേരം പ്രതീക്ഷിച്ച് ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ മുഴുവൻ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും നമ്മൾ കോഴിക്കോട് വന്നാൽ വരല് വൈറ്റ് ഹൗസിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ഥിരം സ്ഥലമാണ് വൈറ്റ് ഹൗസ്, മലബാർ വൈറ്റ് ഹൗസ്. നമ്മൾ ആക്ച്വലി പാരഗണിലാണ് പോയത്. പാരഗണിൽ പോയപ്പോൾ അങ്ങ് മറ്റേ റെയിൽവേ സ്റ്റേഷൻ വരെ ക്യൂ ഉണ്ടായിന് പാരഗണിൽ. അപ്പോൾ അവർ പറഞ്ഞു നേരത്തെ വന്ന് ബുക്ക് ചെയ്ത് പോകണമായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾക്ക് വൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, ഞങ്ങൾ വൈറ്റ് ഹൗസിലേക്ക് പോയി. എനിക്കൊന്നും ഇതിപ്പോൾ 3ാമത്തെ വീഡിയോ മറ്റായിരിക്കും ഞങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് എടുക്കുന്നത്. ഇതിന് പൈസ തരണം കേട്ടോ, പ്രൊമോഷൻ വൈറ്റ് ഹൗസുകാർ കാണുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഫസ്റ്റ് എന്നെ ഇത്ത് പറഞ്ഞത് ഐസ്ക്രീം ആയിരുന്നു. വൈറ്റ് ഹൗസിൽ വന്നാലും ഞങ്ങൾ അധികം കഴിക്കലെടുത്ത് ചട്ടി ബിരിയാണി അല്ല തക്കാരം ബിരിയാണി ഉണ്ട്, പിന്നെ ചട്ടിച്ചോറ് നല്ലതാണ്. പിന്നെ ഞാൻ ആക്ച്വലി ഇവിടെ ഒരു കാടക്കോഴിയുടെ ബിരിയാണി സംഭവം ഉണ്ട്, അത് പറയാനാണ് പോയത്. പക്ഷേ ഇല്ല, എനിക്ക് ഈ കാടക്കോഴി കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു സങ്കടമാണ്. എനിക്ക് എന്തോ അതിനെ കാണുമ്പോൾ ചെറിയ കുഞ്ഞു വാവയോ അങ്ങനെ എന്തോ തോന്നലുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് പറയണോട്ടോ, അല്ല എനിക്ക് മാത്രമുള്ള വട്ടാന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാട്ട തക്കാരം ബിരിയാണി. ഇതിൽ ഫ്രൈ ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെന്താ ഒരു ഫിഷ് ഉണ്ടാവും, ആവോലി പ്രാവശ്യം ഉണ്ടായിരുന്നത്, പിന്നെ അച്ചാറല്ല ചമ്മന്തി പോലത്തെ ഒരു സാധനം, പിന്നെ സാലഡ്. പിന്നെ ഇവർ മറ്റേ നമ്മൾ മധുരമുള്ള ഈത്തപ്പഴത്തിൻ്റെ നാരങ്ങയുടെ അച്ചാറില്ല അത് തരും. ഓ അതിൻ്റെ ജീവനാണ് ആ അച്ചാർ, ഈത്തപ്പഴത്തിൻ്റെ സ്വീറ്റ് അച്ചാർ. ഇത്തൊരു വായ തരുമോയെന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ കൊതിവിട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തൊരു വായ പോലും തന്നില്ല. അങ്ങനെ എൻ്റെ തെത്തി എൻ്റെ ഞങ്ങൾ സെയിമാ പറഞ്ഞത്. പക്ഷെ ഫസ്റ്റ് അപ്പുറത്തെ സൈഡ് കൊടുത്തു. പിന്നെ മാമി മീൻ മാത്രം കഴിക്കുന്ന ഒരു വെജിറ്റേറിയനാണ്, ചിക്കൻ കഴിക്കില്ല. അതുകൊണ്ട് മാമിക്ക് നമ്മൾ ഗീ റൈസും പിന്നെ കൂന്തലുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കൂന്തൽ റോസ്റ്റും. അങ്ങനെ അതും വന്നു. കൂന്തൽ റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര എമ്മിയായിരുന്നു. അതിൻ്റെ ഗ്രേവി മസാല കിടുക്കാച്ചി മസാല എടുത്ത് പറയാനുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതാട്ടാ ഇത് കൂന്തൽ റോസ്റ്റ്. നിങ്ങളെ കണ്ടില്ല തന്നെ ഞങ്ങളെ വായിന്ന് വെള്ളം വരുന്നില്ല. ആരും വിശന്നിട്ട് ആരും ഇത് നോക്കല്ലേ, ഞങ്ങൾക്ക് കൊതി കിട്ടും. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ആസ് യൂഷ്വൽ. എനിക്കില്ലേ ഈ ബിരിയാണി എപ്പോഴും ഈ ചമ്മന്തിയുടെയും പപ്പടത്തിൻ്റെയും ആ മധുരമുള്ള ഒരു അച്ചാറില്ലേ, ഈന്തപ്പഴ അച്ചാർ, അതിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടം. പക്ഷെ എൻ്റെ അനിയനെല്ലാം പറയും ബിരിയാണി കഴിക്കുമ്പോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല, അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് അറിയണമെങ്കിൽ ബിരിയാണിയുടെ മസാലയും ചിക്കനും കൂടെ മാത്രം ബിരിയാണി കഴിക്കുന്നത്. എനിക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് ഈ സാമഗ്രികളെല്ലാം വേണം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വൈറ്റ് ഹൗസിലെ ബിരിയാണി ആരെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ ഈ തക്കാരം ബിരിയാണി കോഴിക്കോടുകാരെല്ലാം അറിയുമായിരിക്കും. ഞാൻ അതർ ദാൻ കോഴിക്കോടുകാർ, ഞങ്ങൾ കാസർഗോഡ് കണ്ണൂരാരും കാണുന്നുണ്ടെങ്കിൽ തക്കാരം ബിരിയാണി മറ്റേ വൈറ്റ് ഹൗസിലെ വന്ന് ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ്, കിടുക്കാച്ചി സാധനം. അങ്ങനെ ഇത്തോനും ഭയങ്കര ഇഷ്ടമായി കേട്ടോ ബിരിയാണി. അവളും ഓൾമോസ്റ്റ് നമ്മൾ കൊടുത്ത പോർഷൻ മുഴുവൻ കഴിച്ചു. നല്ല പോർഷൻ ഉണ്ട്. ഞാൻ വിചാരിച്ചു ആ കുഞ്ഞ് ഇതിൽ കൊണ്ടുതരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ഞാൻ ഇത്തും കൂടെ എങ്ങനെ ഇത് തിന്ന് തീർക്കുന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിനി. ഫുഡെല്ലാം കഴിച്ച് പാട്ട് പാടി നല്ല കുമ്മ ഫുള്ള് നിറഞ്ഞ സന്തോഷത്തിലായിട്ട് ഇത്തു ഈ ഹാപ്പി നടക്കുന്നത്. നല്ല ക്ലീനായിട്ടാണ്. ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. വാഷ്റൂം ആയാലും അവനെ മറ്റേ കൈ കഴുകുന്ന സ്ഥലമായാലൊക്കെ നല്ല നീറ്റായിരുന്നു. നല്ല റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ ബിരിയാണി കഴിച്ചാൽ ഉറക്കം മസ്റ്റ് ആവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ വിത്ത് തലയാണയാണ് ട്രാവൽ ചെയ്യുക എല്ലായിടത്തും. എനിക്ക് സുഖമായി ഉറങ്ങണം, അതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാൻ ഉറങ്ങി എണീറ്റപ്പം എനിക്കൊന്ന് കൈ വേദനിച്ചുകൊണ്ടാണ് ഞാൻ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇത്തു എൻ്റെ കയ്യിൽ ചിത്രപ്പണി നടത്തുന്നുണ്ടായിന്. നമ്മൾ ബിരിയാണി കഴിച്ച് കുറച്ച് സ്ഥലം ബാക്കി വെച്ചിട്ടുണ്ടായിന്. എന്തിനാന്നല്ലേ, ഇതിന് കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ. അയ്യോ ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാണ്, എനിക്ക് മൈത്താട്ടം ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂർ കോക്ടെയിൽ. നമ്മൾ എപ്പോൾ കണ്ണൂർ വരുന്നോ ഇത് കുടിക്കാണ്ട് നമ്മൾ പോയില്ല. മൈത്താട്ടം ഒരു 2 ഗ്ലാസ് എല്ലാം കുടിക്കട്ടാ. എനിക്കൊരു 3/4 കുടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മത്തിപ്പാവും. അത് സാധനം വൃത്തികേടായിട്ടല്ല, ഭയങ്കര ഹെവിയാണ്, ഭയങ്കര ഫില്ലിങ്ങുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സാധനം. നല്ല നട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നട്ട്സ് ഭയങ്കര കുറവായിരുന്നു. കണ്ണൂർ കോക്ടെയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഇവിടുന്ന് ഒന്നും കുടിക്കാൻ പാടില്ല കേട്ടോ, പോലീസ് വന്ന് ഫൈൻ എടുക്കും. ഒരാളോട് പറയുന്നുണ്ടായിന് നിങ്ങളുടെ ബില്ല് 1199, 1000 ഫൈനും ബാക്കി 199 കോക്ടെയിൽ കുടിച്ചത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇതാട്ട് ഇതിൻ്റെ ഒതൻറ്റിക് സ്ഥലം. ആരെങ്കിലും വന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുടിക്കണം. ഇഫ് ഐ എം നോട്ട് റോങ്
കാൾടെക്സിൻ്റെ അടുത്താന്ന് തോന്നുന്നു, നിങ്ങൾക്ക് കണ്ണൂർ കറക്റ്റ് അറിയില്ല. അങ്ങനെ ഞങ്ങൾ നുണയും കൊതിയെല്ലാം പറഞ്ഞ് ചെറുത്തൂർ എത്തി പറഞ്ഞില്ല. സ്മോൾ വ്ലോഗാണ്. ഇഷ്ടമുള്ളവർ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.